അക്കാഡമി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത് കേരളത്തിലെ അവാർഡുകളെ പറ്റിയാണ്. 2020 ഫെബ്രുവരിയിൽ ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തിയ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് പ്രഭ വർമ്മ. 2020 ഫെബ്രുവരിയിൽ ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തിയ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് പ്രഭ വർമ്മയാണ്. ഓക്കെയാണ്. എന്താണ് 2020 ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തിയ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായതാണ് ആര്? പ്രഭ വർമ്മ. ദക്ഷിണാഫ്രിക്കയിലെ ഫിനിക്സ് ട്രസ്റ്റിന് ഈ വർഷത്തെ ഗാന്ധി പുരസ്കാരം നേടിയത് ഡോക്ടർ പി ബാലനാണ്. എന്താണ്? ദക്ഷിണാഫ്രിക്കയിലെ ഫിനിക്സ് ട്രസ്റ്റ് ഈ വർഷത്തെ ഗാന്ധി പുരസ്കാരം നേടിയത് ഡോക്ടർ പി ബാലനാണ്. അപ്പോൾ 2020 ഫെബ്രുവരിയിൽ ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തിയ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് പ്രഭ വർമ്മയാണ്. ദക്ഷിണാഫ്രിക്കയിലെ ഫിനിക്സ് ട്രസ്റ്റിന് ഈ വർഷത്തെ ഗാന്ധി പുരസ്കാരം നേടിയത് ഡോക്ടർ പി ബാലനാണ്. മെഡൽ ഓഫ് ഓർഡർ ഓഫ് ഓസ്ട്രേലിയ അവാർഡിന് അർഹനായ ഇന്ത്യൻ സംഗീതജ്ഞയാണ് ശോഭ ശേഖർ. എന്താണ്? മെഡൽ ഓഫ് ഓർഡർ ഓഫ് ഓസ്ട്രേലിയ അവാർഡിന് അർഹനായ ഇന്ത്യൻ സംഗീതജ്ഞയാണ് ആര്? ശോഭ ശേഖർ. എന്താണ്? മെഡൽ ഓഫ് ഓർഡർ ഓഫ് ഓസ്ട്രേലിയ അവാർഡിന് അർഹനായ ഇന്ത്യൻ സംഗീതജ്ഞയാണ് ആര്? ശോഭ ശേഖർ. 2020 ചട്ടമ്പി സ്വാമി സാംസ്കാരിക സമിതിയുടെ ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. എന്താണ്? 2020 ചട്ടമ്പി സ്വാമി സാംസ്കാരിക സമിതിയുടെ ചട്ടമ്പി സ്വാമി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആര്? രമേശ് ചെന്നിത്തല. ഒന്നും കൂടി പറയാം. എന്താണ്? 2020 ചട്ടമ്പി സ്വാമി സാംസ്കാരിക സമിതിയുടെ ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. ഓക്കെയാണോ? അപ്പോൾ 2020 ഫെബ്രുവരി ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തിയ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് പ്രഭ വർമ്മയ്ക്കും ദക്ഷിണാഫ്രിക്കയിലെ ഫിനിക്സ് ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ ഗാന്ധി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ പി ബാലനും മെഡൽ ഓഫ് ഓർഡർ ഓഫ് ഓസ്ട്രേലിയ അവാർഡിന് അർഹയായ ഇന്ത്യൻ സംഗീതജ്ഞനാണ് ആര്? ശോഭ ശേഖർ. അതുപോലെ 2020 ചട്ടമ്പി സ്വാമി സാംസ്കാരിക സമിതിയുടെ ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. 2020 നാനാജി ദേശ്മുഖ് രാഷ്ട്രീയ ഗൗരവ് ഗ്രാമസഭ പുരസ്കാരം നേടിയ പഞ്ചായത്താണ് ആര്? മാറാഞ്ചേരി പഞ്ചായത്ത്, മലപ്പുറം ജില്ല. ഒക്കെയാണ്. എന്താണ്? 2020 നാനാജി ദേശ്മുഖ് രാഷ്ട്രീയ ഗൗരവ് ഗ്രാമസഭയോ പുരസ്കാരം നേടിയ പഞ്ചായത്താണ് ഇത്? മാറാഞ്ചിറ മൈതാനം. ഒക്കെയാണോ? എന്താണ്? 2020 നാനാജി ദേശ്മുഖ് രാഷ്ട്രീയ ഗൗരവ് ഗ്രാമസഭ പുരസ്കാരം നേടിയ പഞ്ചായത്താണ് ഇത്? മാറാഞ്ചേരി മൈതാനം. ഏതാ? മാറാഞ്ചേരി മൈതാനം, മലപ്പുറം ജില്ല. 2020 കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പ്രഖ്യാപിച്ച ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് ശാക്തീകരൺ പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ ജില്ലാ പഞ്ചായത്താണ് തൃശ്ശൂർ. ഒന്നും കൂടി പറയാം. എന്താണ്? 2020 കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പ്രഖ്യാപിച്ച ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് ശാക്തീകരൺ പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ ജില്ലാ പഞ്ചായത്താണ് ഇത്? തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? മുഖത്തല ബ്ലോക്ക് പഞ്ചായത്താണ്. മുഖത്തല നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്താണ് ഇത് അവാർഡിന് അർഹനായത്. ഓക്കെ ആണല്ലോ? അപ്പോൾ 2020 കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പ്രഖ്യാപിച്ച ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് ശാക്തീകരൺ പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് തൃശ്ശൂരും ബ്ലോക്ക് പഞ്ചായത്ത് മുഖത്തല നെടുമങ്ങാടും. 2020 സ്വാതി പുരസ്കാരത്തിന് അർഹമായ സംഗീതജ്ഞനാണ് ആര്? ഡോക്ടർ എൽ സുബ്രഹ്മണ്യൻ. 2020 സ്വാതി പുരസ്കാരത്തിന് അർഹമായ സംഗീതജ്ഞൻ ആരാണ്? ഡോക്ടർ എൽ സുബ്രഹ്മണ്യൻ. ഇപ്പോൾ 2020 സ്വാതി പുരസ്കാരത്തിന് അർഹമായ സംഗീതജ്ഞനാണ് ഡോക്ടർ എൽ സുബ്രഹ്മണ്യൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ 2020 നാനാജി ദേശ്മുഖ് രാഷ്ട്രീയ ഗൗരവ് ഗ്രാമസഭ പുരസ്കാരം നേടിയ പഞ്ചായത്താണ് മാറാഞ്ചേരി, മലപ്പുറം.
അതുപോലെ തന്നെ 2020 കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പ്രഖ്യാപിച്ച ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് ശാക്തീകരൺ പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ ജില്ലാ പഞ്ചായത്താണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്താണ് മുഖത്തല നെടുമങ്ങാട്. അതുപോലെ തന്നെ 2020 സ്വാതി പുരസ്കാരത്തിന് അർഹമായ സംഗീതജ്ഞനാണ് ഡോക്ടർ എൽ സുബ്രഹ്മണ്യൻ. 2020 മാർച്ചിൽ മികച്ച നവാഗത സംവിധായകനുള്ള ചലച്ചിത്ര ഫിലിം സൊസൈറ്റിയുടെ ജി അരവിന്ദൻ പുരസ്കാരത്തിന് അർഹനായത് മധു സി നാരായണനാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ്. 2020 മാർച്ചിൽ മികച്ച നവാഗത സംവിധായകനുള്ള ചലച്ചിത്ര ഫിലിം സൊസൈറ്റിയുടെ ജി അരവിന്ദൻ പുരസ്കാരത്തിന് അർഹനായത് മധു സി നാരായണനാണ്. ആരാണ്? മധു സി നാരായണനാണ്. അദ്ദേഹത്തിന് ഏത് ചിത്രത്തിനാണ്? കുമ്പളങ്ങി നൈറ്റ്സിനാണ്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന ചിത്രത്തിനാണ് മധു സി നാരായണന് ജി അരവിന്ദൻ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഓക്കെ ആണല്ലോ. 2020 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹമായ കഥാസമാഹാരമാണ് ഇത്. ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്നാണ്. ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ. ഓക്കെ ആണോ? അത് എഴുതിയത് വിനോദ് കുമാർ ശുക്ലയാണ്, ഹിന്ദി കവിയാണ്. അപ്പോൾ 2020 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹമായ കഥാസമാഹാരമാണ് ഇത്. ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ. ഏതാണ്? ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ. അത് എഴുതിയത് വിനോദ് കുമാർ ശുക്ലയാണ്, അദ്ദേഹം ഹിന്ദി കവിയാണ്. 2018 കേരള സർക്കാരിൻ്റെ കേരളീയ നൃത്തനാട്യ പുരസ്കാരത്തിന് അർഹമായത് കലാവിജയനാണ്. 2018 കേരള സർക്കാരിൻ്റെ കേരളീയ നൃത്തനാട്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കലാവിജയനാണ്. ആരാണ്? കലാവിജയനാണ്. ഓക്കെയാണ്. 2018 കേരള സർക്കാരിൻ്റെ കേരളീയ നൃത്തനാട്യ പുരസ്കാരത്തിന് അർഹനായത് കലാവിജയനാണ്. ഓക്കെയാണോ? അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? 2020 മാർച്ചിൽ മികച്ച നവാഗത സംവിധായകനുള്ള ചലച്ചിത്ര ഫിലിം സൊസൈറ്റിയുടെ ജി അരവിന്ദൻ പുരസ്കാരത്തിന് അർഹനായത് മധു സി നാരായണൻ. അദ്ദേഹത്തിൻ്റെ ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ്. 2020 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹമായ കഥാസമാഹാരമാണ് ഇത്. ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ. അത് ആരാണ് എഴുതിയത്? വിനോദ് കുമാർ ശുക്ല, ഹിന്ദി കവിയാണ്. 2018 കേരള സർക്കാരിൻ്റെ കേരളീയ നൃത്തനാട്യ പുരസ്കാരത്തിന് അർഹനായത് കലാവിജയനാണ്. 2018 കേരള സർക്കാരിൻ്റെ സംസ്ഥാന കഥകളി പുരസ്കാരത്തിന് അർഹരായവർ കലാമണ്ഡലം കുട്ടൻ, മാടമ്പി സുബ്രഹ്മണ്യ നമ്പൂതിരി. 2018 കേരള സർക്കാരിൻ്റെ സംസ്ഥാന കഥകളി പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? കലാമണ്ഡലം കുട്ടൻ, മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ആരൊക്കെയാണ്? കലാമണ്ഡലം കുട്ടൻ, മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി. അപ്പോൾ 2018 കേരള സർക്കാരിൻ്റെ സംസ്ഥാന കഥകളി പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? കലാമണ്ഡലം കുട്ടൻ, മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി. മലയാള സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ മാക്ട ഏർപ്പെടുത്തിയ മാക്ട ലെജൻഡ് പുരസ്കാരം നേടിയത് മധു ആണ്. അപ്പോൾ മധു സാറിനാണ് മലയാള സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ മാക്ട ഏർപ്പെടുത്തിയ മാക്ട ലെജൻഡ് പുരസ്കാരം നേടിയത്. ഓക്കെയാണോ? മലയാള സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ മാക്ട ഏർപ്പെടുത്തിയ മാക്ട ലെജൻഡ് പുരസ്കാരം നേടിയത് നടനായ മധു സാറിനാണ്. 2018 കേരള സർക്കാരിൻ്റെ പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം നേടിയത് പല്ലാവൂർ രാഘവ പിഷാരടിക്കാണ്. 2018 കേരള സർക്കാരിൻ്റെ പല്ലാവൂർ അപ്പുമാരാൻ പുരസ്കാരം നേടിയത് ആരാണ്? പല്ലാവൂർ രാഘവ പിഷാരടിയാണ്. 2018 കേരള സർക്കാരിൻ്റെ പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം നേടിയത് പല്ലാവൂർ രാഘവ പിഷാരടിയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് 2018 കേരള സർക്കാരിൻ്റെ സംസ്ഥാന കഥകളി പുരസ്കാരത്തിന് അർഹരായവർ കലാമണ്ഡലം കുട്ടൻ, മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി. മലയാള സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ മാക്ട ഏർപ്പെടുത്തിയ മാക്ട ലെജൻഡ് പുരസ്കാരം നേടിയത് മധു. 2018 കേരള സർക്കാരിൻ്റെ പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം നേടിയത് പല്ലാവൂർ രാഘവ പിഷാരടിയാണ്. 2020 നിശാഗന്ധി പുരസ്കാരം നേടിയത് CV ചന്ദ്രശേഖർ. 2020 നിശാഗന്ധി പുരസ്കാരം നേടിയത് CV ചന്ദ്രശേഖർ. അപ്പോൾ 2020 നിശാഗന്ധി പുരസ്കാരം നേടിയത് CV ചന്ദ്രശേഖർ.
സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മലയാള നടനാണ് ഇന്ദ്രൻസ്. എന്താണ്? സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മലയാള നടനാണ് ഇന്ദ്രൻസ്. അദ്ദേഹത്തിൻ്റെ ചിത്രം ഏതായിരുന്നു? വെയിൽ മരങ്ങൾ. അപ്പോൾ വെയിൽ മരങ്ങൾ എന്ന ഫിലിമിൽ അഭിനയിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരമാണ് ഏത്? സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേള അവാർഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടനുള്ള പുരസ്കാരത്തിന് മലയാള നടനായ ഇന്ദ്രൻസിന് അർഹനാക്കിയ സിനിമ ഏതാണ്? വെയിൽ മരങ്ങൾ. 2020 പ്രഥമ KM ബഷീർ സ്മാരക മാധ്യമ പുരസ്കാരം ലഭിച്ചത് അനു എബ്രഹാം. എന്താണ്? 2020 പ്രഥമ KM ബഷീർ സ്മാരക മാധ്യമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അനു എബ്രഹാമിനാണ്. ഒക്കെയാണ്. എന്താണ്? 2020 പ്രഥമ KM ബഷീർ സ്മാരക മാധ്യമ പുരസ്കാരം ലഭിച്ചത് അനു എബ്രഹാം. പ്രഥമ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കളാണ് നടുഭാഗം ചുണ്ടൻ. എന്താണ്? പ്രഥമ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കളാണ് നടുഭാഗം ചുണ്ടൻ. അപ്പോൾ പ്രഥമ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കളാണ് നടുഭാഗം ചുണ്ടൻ. അപ്പോൾ 2020 നിശാഗന്ധി പുരസ്കാരത്തിന് അർഹരായത് CV ചന്ദ്രശേഖർ. സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മലയാള നടനാണ് ഇന്ദ്രൻസ്. അദ്ദേഹം ഏത് ചിത്രത്തിനാണ്? വെയിൽ മരങ്ങൾ. 2020 പ്രഥമ KM ബഷീർ സ്മാരക മാധ്യമ പുരസ്കാരം ലഭിച്ചത് അനു എബ്രഹാം. പ്രഥമ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കളാരാണ്? നടുഭാഗം ചുണ്ടൻ. കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരങ്ങൾ 2020. IV ദാസ് പുരസ്കാരം ഏഴാംചേരി രാമചന്ദ്രനാണ്. എന്താണ്? IV ദാസ് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഏഴാംചേരി രാമചന്ദ്രനാണ്. ഓക്കെ. അപ്പോൾ എന്താണ്? IV ദാസ് പുരസ്കാരം ലഭിച്ചത് ഏഴാംചേരി രാമചന്ദ്രൻ. PN പണിക്കർ പുരസ്കാരം നേടിയത് TP വേലായുധൻ. എന്താണ്? PN പണിക്കർ പുരസ്കാരം നേടിയത് TP വേലായുധൻ. മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള അവാർഡാണ്. എന്താണ്? PN പണിക്കർ പുരസ്കാരം നേടിയത് TP വേലായുധനാണ്. EMS പുരസ്കാരം നേടിയത് പായം ഗ്രാമ ഗ്രന്ഥശാല കണ്ണൂർ. എന്താണ്? EMS പുരസ്കാരം നേടിയത് ആരാണ്? പായം ഗ്രാമ ഗ്രന്ഥശാല കണ്ണൂറാണ്. അത് മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള പുരസ്കാരമാണ് ഏത്? EMS പുരസ്കാരം. അങ്ങനെ ലഭിച്ച മികച്ച ഗ്രന്ഥശാല ഏതാണ്? പായം ഗ്രാമ ഗ്രന്ഥശാല കണ്ണൂർ. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന് സാഹിത്യ പുരസ്കാര ജേതാവാണ് ആര്? പ്രഭാവർമ്മ ശ്യാമമാധവം. അപ്പോൾ ശ്യാമമാധവം എന്ന കൃതിക്കാണ് പ്രഭാവർമ്മയ്ക്ക് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ സാഹിത്യ പുരസ്കാര അവാർഡിന് അർഹനായത്. ഒക്കെയാണ്. എന്താണ്? സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? പ്രഭാവർമ്മയാണ്. ഏത് കൃതിക്കാണ് കിട്ടിയത്? ശ്യാമമാധവം. ഓക്കെ ആണല്ലോ. അപ്പോൾ കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരം 2020 ആണ് ഇപ്പം പഠിച്ചത്. അതിൽ IV ദാസ് പുരസ്കാരം ലഭിച്ചത് ഏഴാംചേരി രാമചന്ദ്രനും PN പണിക്കർ പുരസ്കാരം ലഭിച്ചത് TP വേലായുധനും. മികച്ച ഗ്രന്ഥശാല പ്രവർത്തനമുള്ള അവാർഡാണ് ഏത്? PN പണിക്കർ പുരസ്കാരം. ഇനി മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള പുരസ്കാരമായ EMS പുരസ്കാരം ലഭിച്ചത് പായം ഗ്രാമ ഗ്രന്ഥശാല കണ്ണൂർ. ഇനി സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ സാഹിത്യ പുരസ്കാര ജേതാവാണ് ആര്? പ്രഭാവർമ്മ. അദ്ദേഹത്തിൻ്റെ കൃതി ശ്യാമമാധവം.